പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 147 സങ്കീർത്തനം, എൻ്റെ 1-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്യം, ഈ ഒരു വചനം അതിരാവിലെ എഴുന്നേറ്റ് ഞാനും നിങ്ങളും പറയുന്നെങ്കിൽ നമ്മുടെ ദൈവം എത്രമാത്രം സന്തോഷിക്കും, സ്വർഗം എത്രമാത്രം സന്തോഷിക്കും. അത് ദൈവത്തെ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പെട്ടകം, ഹല്ലേലൂയ, ഓബേദെദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദ് തൻ്റെ പട്ടണമായിരിക്കുന്ന യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചെന്നാണ്. ഹല്ലേലൂയ. ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചത് അത് ദൈവത്തിന് പ്രസാദകരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ദൈവത്തന്നിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. പലർക്കും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മടിയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് പലർക്കും മടിയാണ്. എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തെ തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതും ദൈവത്തെ ആരാധിച്ചതുമൊക്കെയായി അതിൻ്റെ സംഭവങ്ങളെ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദിൻ്റെ ഭാര്യയായിരുന്ന മീകൾ അവൾ കിളിവാതിൽ ഒളിഞ്ഞു നോക്കി. ഇസ്രായേലിൻ്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ് ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ട് അവൾക്ക് ലജ്ജ തോന്നി. അവൾ ചിരിച്ചു. മീകൾ ചിരിച്ചു, പിറുപിറുത്തു. അത് മുഖാന്തരം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശാപം മീകളുടെ മേൽ വന്നു. അവളുടെ ജീവിതകാലം മുഴുവൻ കുട്ടികളില്ലാതെ അവൾ മച്ചിയായി കഴിയേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും നൃത്തം ചെയ്ത് ആരാധിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ആരെയും പരിഹസിക്കാൻ നിൽക്കരുത്. ആരാധനയും സ്തുതിയും നൃത്തമൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവശാപം മീകളുടെ മേൽ വന്നതുപോലെ നമ്മുടെ മേലും ആ ശാപം വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നത് ആത്മാവ് കൊണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ദൈവത്തെ സ്തുതിച്ചത് ആത്മാവില്ല. അപ്പം നമ്മുടെ ദൈവം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവകൃപ അധികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവമഹത്വത്തെ നമുക്ക് ദൈവത്തിൻ്റെ മഹിമയ്ക്കനുസരിച്ച്, അവൻ്റെ മഹത്വത്തിനനുസരിച്ച് സ്തുതിക്കണം. നമുക്കറിയാം, നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്നവന്, അവന് സ്തുതി സ്തോത്രങ്ങൾ ഇഷ്ടമാണ്. നമ്മളും ദൈവം ആഗ്രഹിക്കുന്ന സ്തുതിയും സ്തോത്രങ്ങളും ആരാധനയുമാണ്. അതവൻ്റെ മഹത്വത്തിനനുസരിച്ച് കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവകൃപയാലാകുന്ന കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നതെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4:15 പൗലോസ് പറയുക. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴൊക്കെ അതിശ്രേഷ്ഠമായ വചനങ്ങളെയാണ് പറയുന്നത്. പക്ഷെ നമ്മളത് വായിച്ചെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ കൂടെ ജീവിക്കുന്ന അനുഭവത്തിൽ ആ ദൈവസ്നേഹത്തിന് വളരെ സന്തോഷമുള്ളതാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ദൈവസ്നേഹത്തിന് അതിന് വളരെ സന്തോഷമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നാം നശിച്ചു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാകുന്നു.
അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയുന്നത്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഭാഗമൊക്കെ വായിക്കണം കേട്ടോ. വേദപുസ്തകം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് വായിച്ചു നിർത്താതെ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാതെ, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നിങ്ങൾ വേദപുസ്തകം ആവർത്തിച്ച് വായിക്കണം. അങ്ങനെ വേദപുസ്തകം ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്തുതിയുടെ മഹത്വത്തിൽ സുരക്ഷിതത്വം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴെല്ലാം ഒരു വലിയ സൈന്യം നമുക്ക് പാളയമിറങ്ങി ശത്രുവിൻ്റെ കയ്യിൽ നമ്മെ വിടിവിക്കുന്നത് പോലെ നമുക്ക് വലിയ സംരക്ഷണം കിട്ടും സ്തുതിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ്റെ സ്തുതി നമുക്ക് ചുറ്റും തീമതിലായി കോട്ടയായി ദൈവം നമ്മെ നിർത്തും. പ്രൈസലോ. ഞാനത് പറയാൻ കാരണം ഞാൻ പലപ്പോഴും ജീവിതത്തിൽ സങ്കടപ്പെടുന്ന നിരാശപ്പെടുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആശ്വാസത്തിന്, ഒരു സഹായത്തിന്, ഒരു പ്രാർത്ഥനാ സഹായം ചോദിപ്പാൻ, പറയുവാൻ, സങ്കടങ്ങളൊന്ന് പങ്കുവെക്കുവാനൊന്നും ആരുമില്ലാതെ ഭാരപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട് കേട്ടോ. മനുഷ്യനല്ലേ, എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, എനിക്കുമുണ്ട്, നിങ്ങളെപ്പോലൊക്കെ തന്നെ. പക്ഷെ ഞാൻ അവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം എനിക്കൊരു തീമതിലായി കോട്ടയായി എനിക്ക് വെളിപ്പെടുന്നത് ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കാൻ തയ്യാറാകും. എൻ്റെ ദൈവം എത്ര നല്ലവനാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയണം കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ വകയാണ്, നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ദേശത്ത് സാഹസവും അതിക്രമങ്ങളും അക്രമങ്ങളും നിറഞ്ഞപ്പോൾ, നിൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കരം വെളിപ്പെട്ടപ്പോൾ, നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ നിന്നെ കാത്തതും പരിപാലിച്ചതും നിന്നെ സൂക്ഷിച്ചതും നിന്നെ നടത്തിയതുമെല്ലാം ദൈവത്തിൻ്റെ കരുണയാകട്ടോ. അതിന് കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ ദൈവത്തെ സ്തുതിച്ചതാണ് ഇതിന് കാരണമായത്. നീ ദൈവത്തെ സ്തുതിച്ചതും മഹത്വപ്പെടുത്തിയതുമെല്ലാം ദൈവം തൻ്റെ സന്നിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിൻ്റെ ദേശത്തെ സാഹസവും അതിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിൻ്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും ആമേൻ നീ പേർ പറയുമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60:18 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ എത്ര വലുതാണ്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രൈസലോ. ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്കൊക്കെയും നന്ദി പറയുവാൻ കഴിയണം. പ്രൈസലോ. ആ നന്ദി പറയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. പ്രൈസലോ. ഉടനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം ദൈവത്തോട് ചേർന്നിരിക്കണം. നമുക്കറിയാം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൽ നിങ്ങൾ പാർക്കുക. കർത്താവ് തൻ്റെ ചിറക് വിരിച്ച് നിങ്ങളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ചിറക് വിരിച്ച് നിങ്ങളെ ചേർത്ത് കൊള്ളുമ്പോൾ ശത്രുവിന് നിങ്ങളുടെ മേൽ യാതൊരു ആധിപത്യവുമില്ല കേട്ടോ. അവിടെയെല്ലാം ദൈവം നിന്നെ കരുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവിനോട് അടുത്ത് നമ്മൾ ജീവിക്കണം. പ്രൈസലോ. അതുകൊണ്ട് 91 സങ്കീർത്തനം 11 വാക്യം പറയുന്ന പോലെ, നിൻ്റെ വഴികളിലൊക്കെ, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, അഥവാ നിന്നെ സംരക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം അതിശ്രേഷ്ഠമാണ്, മധുരമാണ്. നാം ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അതേ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖം കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവമേ അവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഒരാശ്വാസം കൊടുക്കണം. സ്തുതിക്കുന്ന കുടുംബത്തെ, സ്തുതിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കുന്ന ദൈവമേ എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.